നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മദർ ഓഫ് 1084 ബൈ മഹാശ്വേത ദേവി. ഇതിലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ പ്ലേ ബേസ് ചെയ്തിരിക്കുന്നത് 1960s അതേപോലെ 1970s ഇന്ത്യയിൽ നടന്ന നക്സലൈറ്റ് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്ലേ എഴുതിയിരിക്കുന്നത്. ഈ പ്ലേയിൽ ആദ്യം ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റിൽ ഈ നക്സലിസം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് ഗവൺമെൻറ് അതുപോലെ പൊളിറ്റിക്കലി പവറുള്ളവർ എന്ത് ചെയ്യും, അത് കറപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റിസ് കൊണ്ടുവരാനായിട്ട് ഓർഡിനറി പീപ്പിൾസ് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് ആ ഇൻജസ്റ്റിസിന് എതിരായിട്ട് അവരെന്ത് ചെയ്യും, പ്രൊട്ടസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയുള്ളവരെയാണ് നക്സലൈറ്റ് എന്ന് വിളിക്കുക. കമ്മ്യൂണിസത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വന്ന ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ തന്നെയാണ് ഈ നക്സലിസം എന്ന് പറയുന്നത്. പിന്നെ ഈ നക്സലിസം ഇല്ലെങ്കിൽ ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റ് നടന്നത് നക്സൽബാരി വെസ്റ്റ് ബംഗാളിലായിട്ടാണ് ഇത് നടന്നത്. ആ സമയത്ത് പെസൻസും അതുപോലെ ട്രൈബ്സ് ഇവർക്കെതിരായി നടന്ന ഇൻജസ്റ്റിസ് ചെയ്തത് ലാൻഡ് ലോഡ്സും അതുപോലെ തന്നെ മണി ലെൻഡേഴ്സും ഇവർക്കെതിരായിട്ട് കുറേ ഇൻജസ്റ്റിസ് ചെയ്തു, അവരെ ഒപ്രസ് ചെയ്തു. അപ്പോൾ ഈ നക്സലിസം പ്രചരിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് അവർക്കാണ് ഈ ലാൻഡ് കിട്ടേണ്ടത്, അവർക്കാണ് ആ ലാൻഡ് കിട്ടേണ്ട അവകാശം. മറിച്ച് എന്താണ് പറയുക, അവരെ ഒപ്രസ് ചെയ്യുന്ന ഈ ലാൻഡ് ലോഡും മണി ലെൻഡേഴ്സും എന്താ പറയുക, അവർ ഹാർഡ് വർക്ക് ചെയ്യൂല, മറിച്ച് അവരെ ഒപ്രസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇൻജസ്റ്റിസ് കാണിക്കുന്നവർക്ക് എതിരായിട്ട് ഇല്ലെങ്കിൽ നമ്മളുടെ ട്രൈബ്സ് അതേപോലെ പെസൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ള മൂവ്മെൻറ്റാണ് നക്സലൈറ്റ് മൂവ്മെൻറ്റ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് അന്നത്തെ സ്റ്റുഡൻസ് ആയിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. അതിൽ 12,000 പീപ്പിൾ ഇതിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അനദർ ഷോക്കിംഗ് ന്യൂസ്. പോലീസ് എൻകൗണ്ടറിലൂടെയാണ് ഇവരൊക്കെ മരണപ്പെടുന്നത്. പിന്നീട് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിലൊരു നക്സലൈറ്റിൻ്റെ അമ്മയായ സുജാതയാണ് അതിലെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ മകൻ്റെ മരണത്തിന് ശേഷം അവർ സൊസൈറ്റിയിൽ നടക്കുന്ന കറപ്ഷൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വുമൺ, അതായത് പൊളിറ്റിക്കലി ഒന്നും അറിയാത്തൊരു വുമൺ പൊളിറ്റിക്കലി എല്ലാ കാര്യങ്ങളും അറിയുന്നു. ഇൻജസ്റ്റിസിനെതിരായിട്ട് തൻ്റെ ഫാമിലിയിൽ മകനോട് കാണിക്കുന്ന ഇൻജസ്റ്റിസ്, ഡിസ്ക്രിമിനേഷൻ ആഫ്റ്റർ ഹിസ് ഡെത്ത്, അതിനെതിരായിട്ടൊക്കെ ഈ അമ്മ പോരാടുകയും അവരിൽ നിന്നും വിട്ടുവരികയും തൻ്റെ ബിലൗഡ് സണ്ണായ ബ്രഡിക്ക് വേണ്ടി വോയിസ് ഉയർത്തുകയും അവരും ഒരു ചെറിയ രീതിക്ക് ഒരു നക്സലൈറ്റ് ആയിട്ട് മാറുന്നത്, അവരൊരു ട്രാൻസ്ഫോർമേഷനാണ് ഈ എൻറ്റയർ പ്ലേയും ബേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഓദർ മഹാശ്വേത ദേവി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. അതുപോലെ മാർജിനലൈസ്ഡ് ആയ പീപ്പിളിന് വോയിസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു വുമൺ കൂടിയാണ് ഇതിലെ ഓദർ. സോ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അവർ ആ ഒരു അത്രയും സെൽഫ് കണക്ഷനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്ലേ എഴുതിയിരിക്കുന്നത്. അതായത് ഓട്ടോബയോഗ്രഫിക്കൽ അല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, അതേപോലെ മാർജിനലൈസ്ഡ് പീപ്പിളിന് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമുക്ക് കണക്ട് ചെയ്യാം. കാരണം ഇവിടെയും ലാൻഡ് ലോഡ് പെസൻസിന് വേണ്ടിയിട്ടാണ് നക്സലൈറ്റ്സ് സംസാരിക്കുന്നത്, അവരും ഒരുതരം സോഷ്യൽ ആക്ടിവിസ്റ്റ് തന്നെയാണ്. സോ നമുക്ക് അത് അങ്ങനെ കണക്ട് ചെയ്യാം. ഒറിജിനലി ഈ വർക്ക് ഒരു നോവലാണ്, മഹാശ്വേത ദേവി എഴുതിയ നോവലാണ് ഹജാർ ചുരാഷിർ മാ എന്ന് പറയുന്നത്. ഇതൊരു ബംഗാളി നോവലാണ്. 1974 അത് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്ലേ ആക്കുകയാണ് 1997. ട്രാൻസ്ലേറ്റ് ചെയ്തത് സമിഖ ബന്ദ്യോപധ്യായ എന്നാണ്. ഐ തിങ്ക് അതാണ് അവരുടെ പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഞാൻ മേലെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ നെയിം. അതുമാത്രമല്ല ഇതൊരു 3 ആക്ട് പ്ലേ ആണ്. സോ മഹാശ്വേത ദേവി എഴുതിയ നോവലിൽ നിന്നുമുള്ളൊരു ട്രാൻസ്ലേറ്റഡ് വർക്കാണ് മദർ ഓഫ് 1084. സെറ്റ് ചെയ്യുന്നത് നക്സൽബാരി വില്ലേജ്, വെസ്റ്റ് ബംഗാൾ, കൽക്കട്ട. അതുപോലെ തന്നെ ഈ ഒരു ബുക്കിന്, ഈ ഒരു നോവലിന് മഹാശ്വേത ദേവിക്ക് ജ്ഞാൻപീഠ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഒരു ഫിലിം അഡാപ്റ്റേഷൻ ഗോവിന്ദ് നിഹാലിനി ചെയ്തിട്ടുണ്ട്. അത് 1998 ആ ഒരു ഫിലിം അഡാപ്റ്റ് ചെയ്തത്. ഹസാർ ചൗരാസി കി മാ എന്നാണ് ഹിന്ദിയിൽ ആ ഫിലിം അഡാപ്റ്റേഷന് കൊടുത്ത ടൈറ്റിൽ. അതേപോലെ ആ ഫിലിമിന് ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഹിന്ദി എന്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓദറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാശ്വേത ദേവി ബോൺ ഇൻ 1926 ആൻഡ് പാസ്ഡ് അവേ ഇൻ 2016. അവരൊരു ഇന്ത്യൻ ബംഗാളി റൈറ്ററാണ്. അപ്പാർട്ട് ഫ്രം റൈറ്റർ
ഷീസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഷി വാസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ അവർ ഒരുപാട് ഇന്ത്യൻ ട്രൈബ്സിന് വേണ്ടിയിട്ട് അവർ വോയിസ് റേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തീംസും എലമെൻസും അവരുടെ ഒരുപാട് വർക്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എസ്പെഷ്യലി ഈ വർക്കിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ 100 നോവൽസ് എഴുതിയിട്ടുണ്ട്, 20+ ആന്തോളജീസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു ദ ഫോറസ്റ്റ്, ദ ക്യൂൻ ഓഫ് ജാൻസി. ഇതൊക്കെ ബംഗാളി വർക്കാണ് കേട്ടോ. ഇത് ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഞാൻ വായിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ മെയിൻലി എല്ലാ വർക്ക്സ് എടുത്ത് നോക്കിയാലും അതിൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കലി ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ്, ഇഷ്യൂസൊക്കെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യാം, അവരൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട്. ഇതിലെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റാണ് സുജാത ആൻഡ് ഹർ സൺ ബ്രതി. പിന്നെ സുജാതയുടെ ഹസ്ബൻഡ് ദിവ്യാനന്ദ് ചാറ്റർജി, പിന്നെ ഒരു കറപ്റ്റഡ് പോലീസ് ഇൻസ്പെക്ടർ, പിന്നെ അതുപോലെ തന്നെ കുറേ നൈബേഴ്സ്, അങ്ങനെ കുറച്ച് പേര് വരുന്നുണ്ട്. സുജാത ദിവ്യാനന്ദ് ചാറ്റർജിയുടെ ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ആൺകുട്ടികൾ 2 പെൺകുട്ടികളാണ്. ജ്യോതിയും ബ്രതിയും ആണ് സൺസ്. നിപ്പ തുളിയാണ് ഇതിൽ ഡോട്ടർ. ഓക്കെ, ഇതിൽ ജ്യോതിക്കും നിപ്പയ്ക്കും മാരേജ് കഴിഞ്ഞു. നക്സലൈറ്റായ ബ്രതിയാണ് സുജാതയുടെ ബിലൗഡ് ചൈൽഡ്. ബ്രതിയുടെ ഫ്രണ്ട്സാണ് സോമു, പാർത്തു, ലൽറ്റു. അതുപോലെ തന്നെ നന്ദിനിയാണ് ബ്രതിയുടെ ഗേൾ ഫ്രണ്ട്. അനിന്ത്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അതിൽ. അവർ ഈ സ്റ്റുഡൻറ്റ് യൂണിയനായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഈ ഒരു നക്സലൈറ്റ് മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ജോയിൻ ചെയ്ത് അവരെ തന്നെ ബീട്രേ ചെയ്യുന്ന ഒരുതരം ചീറ്ററായിട്ടാണ് അനിന്ത്യയെ ഈ ഒരു പ്ലേയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സമ്മറി നോക്കാം. ഇതിൽ ഈ പ്ലേ എല്ലാം ഒരു സിംഗിൾ ഡേ നടന്നിരിക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുക. തൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് സുജാത. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പണ്ടല്ല, ആ സമയത്ത് നടന്നൊരു കാര്യമാണ്, ഒരു ഇൻസിഡൻ്റാണ്. ഒരു 1 year ആവാറായി. ഓക്കെ, അപ്പോൾ അവൾ ആ മകൻ മരിച്ചതിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവം നടക്കുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം മോർണിംഗ് കാന്താപുക്കൂർ, KANTAPUKUR, ഓക്കെ, ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരും. ഒരു ഡെഡ് ബോഡി, കോപ്സ് നമ്പർ 1084, അതാണ് ഈ ടൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഡെഡ് ബോഡി ഉണ്ട് 1084 എന്ന നമ്പറിൽ അവിടെ റിമാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് തൻ്റെ മകൻ്റേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ആരെ വിളിക്കുക? സുജാതയെ വിളിക്കുക. അപ്പോൾ ഇത് കേട്ടിട്ട് സുജാത ഷോക്കാവും. കാരണം സുജാതയ്ക്ക് എന്ത് പറ്റി, എന്തിനാണ് മകനെ കൊന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മകൻ മരിച്ചത്, കൊന്നതാണോ, അങ്ങനെ ഒന്നും അറിയില്ല. ഒരു മിസ്റ്റീരിയസ് ഡെത്ത് ആയിരുന്നു അത്. ഓക്കെ, അതേസമയം ഇവിടെ ബ്രതിയുടെ അച്ഛനായ ദിവ്യാനന്ദ് ചാറ്റർജി, ഓക്കെ, അപ്പോൾ അദ്ദേഹം വന്നിട്ടൊരു ബാങ്കിലൊരു ചാർട്ടേഡ് അക്കൗണ്ടാണ്. അദ്ദേഹം ഇത് കേട്ടപ്പോൾ ഫസ്റ്റ് ആലോചിക്കുന്നത്, അയ്യോ ഇതൊക്കെ പുറത്തറിഞ്ഞാൽ എന്തായിരിക്കും, തൻ്റെ പ്രസ്റ്റീജിനെ അത് ബാധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷെ അതേസമയം ബ്രതിയുടെ അമ്മയാണെങ്കിലോ അത്രയും തന്നെ ബിലൗഡായ മകൻ മരിച്ചത് വിശ്വസിക്കാൻ കഴിയാതെ എങ്ങനെ അവനത് സംഭവിച്ചു എന്നറിയാതെ ഇരിക്കാൻ അവർ രണ്ടുപേരും കോൺട്രാഡിക്റ്ററി ആയിട്ടാണ് ഇവിടെ ആലോചിക്കുന്നത്. ബ്രതിയുടെ അച്ഛൻ അതെങ്ങനെ എങ്ങനെയെങ്കിലും മൂടി മറിക്കാനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ സുജാത അതൊക്കെ എന്താണ്, അവരെല്ലാവരും എതിർത്തിട്ട് അവിടെ തൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ട്, തൻ്റെ മകൻ്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാനായിട്ട് അവിടെ പോകുന്നു. അങ്ങനെ എന്താണ് സുജാതയെ വിളിക്കുന്നത് മദർ ഓഫ് 1084, അതാണ് ഈ ടൈറ്റിൽ. ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മദർ ഓഫ് 1084 എന്ന് പറഞ്ഞിട്ടാണ് സുജാതയെ വിളിക്കുന്നത്. അങ്ങനെ സുജാത എന്ത് ചെയ്യാണ്, മകൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാണ്. സുജാത വന്നിട്ട് ഓരോരുത്തരെ തേടി പോവുകയാണ് തൻ്റെ മകന് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് സുജാത തേടി പോകുന്നത് സോമു എന്ന് പറഞ്ഞ ബ്രദറുടെ ഫ്രണ്ടിൻ്റെ അമ്മയെ തേടിയിട്ടുണ്ട്. ആ സമയത്ത് സോമുവും ഈ ഒരു നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ വിക്ടിമായി അവനും മരിച്ചു പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് സോമുവിൻ്റെ അമ്മ പറയുന്നത് തനിക്കും എങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സുജാത വേഗം നന്ദിനി എന്ന് പറയണ ബ്രതിയുടെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവരെ തേടി പോകും. അങ്ങനെ നന്ദിനിയാണ് സുജാതയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെ തൻ്റെ മകൻ ഇത് സംഭവിച്ചു എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ബ്രതി പെസൻസിനും അതുപോലെ ട്രൈബ്സിനും എതിരായി നടന്ന ഇൻജസ്റ്റിസിനെതിരെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പെസൻസിനെയും ട്രൈബ്സിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നക്സലൈറ്റ് മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റെവല്യൂഷണറി ഐഡിയാസൊക്കെ ബ്രതി ഇതിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രതിയുടെ കൂടെ ബ്രതിയുടെ ഫ്രണ്ട്സായ സോമു, ലൽറ്റു, പാർത്തു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെയും പോലീസ് എൻകൗണ്ടർ ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. ആദ്യമൊക്കെ ഈ ഒരു നക്സലിസം അത്രയും നന്നായിട്ട് സക്സസ് ആയി പോയി. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ബീട്രേ ഉണ്ടായി. അതായത് സ്റ്റുഡൻസിൽ തന്നെ കുറേ പേരെ വിലയ്ക്ക് വാങ്ങി ഗവൺമെൻറ്, ഇങ്ങനെ പൈസയും അതുപോലെ ജോലിയും അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അവരെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഈ ബ്രതി, സോമു ഇവരുടെ കൂടെയൊക്കെ പെസൻസിനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നവർ ഇങ്ങനെ പവറും ജോബും ഒക്കെ കിട്ടിയപ്പോൾ അവരുടെ കൂടെ തന്നെ നിന്ന് അവർക്കെതിരായി
അവർ ചീറ്റ് ചെയ്ത് അവരുടെ ആ മൂമെൻറ്റ് ഫെയിലിയർ ആക്കി. മാത്രമല്ല അത് ഫെയിലിയർ ആയപ്പോൾ അവർക്ക് അവരുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ആർക്ക് ഇതിൽ അത്രയും സിൻസിയറായിട്ട് ജസ്റ്റിസിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരുടെയും ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയാണ് പാർത്തു, ലൽട്ടു, ബ്രതി, സോമു ഒക്കെ മരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ ഇതിൽ അനിന്ത്യ എന്ന് പറഞ്ഞൊരു ചീറ്ററിനെ കുറിച്ച് നമ്മൾ ക്യാരക്ടർ നോക്കുമ്പോൾ പറഞ്ഞു. ആ ക്യാരക്ടറാണ് ഇപ്പം ഞാൻ പറഞ്ഞത്, യൂത്തിനെ ഇങ്ങനെ വില കൊടുത്ത് വാങ്ങി അവർ കൂടെ നിന്ന് ഈ നക്സലൈറ്റ്സിൻ്റെ കൂടെ നിന്ന് ചീറ്റ് ചെയ്തു, അങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് ഫെയിലിയർ ആയത് എന്നൊക്കെ പറഞ്ഞല്ലോ. അതിലൊരാളാണ് ഈ അനിന്ത്യ. അങ്ങനെ പോലീസ് എൻകൗണ്ടറിൻ്റെ വിക്റ്റിമായിട്ട് ബ്രതി ആൻഡ് ഫ്രണ്ട്സ് മരിക്കുന്നു. അപ്പോൾ സോമുവിൻ്റെ അമ്മ ബ്രതിൻ്റെ അമ്മയോട് പറയാണ് ബ്രതിനെ ആലോചിച്ച് പ്രൈഡായിട്ട് ഫീൽ ചെയ്യണം. കാരണം അവൻ അത്രയും പെസൻസ്, ട്രൈബ്സ് അവരുടെ കഷ്ടത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ ഇൻജസ്റ്റിസിനെതിരായിട്ടാണ് അവൻ ഇങ്ങനെ പ്രവർത്തിച്ച് അവൻ്റെ ജീവൻ വരെ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ അവനെ ആലോചിച്ചിട്ട് പ്രൈഡ് ചെയ്യുക, വിഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് സംസാരിക്കും. അപ്പോഴാണ് സുജാതയ്ക്ക് എല്ലാം മനസ്സിലാവുന്നത്. താൻ ഇത്ര കാലം ഒരു ഫാമിലി എന്ന നട്ഷെല്ലിലായിരുന്നു അവൾ. അതിനുശേഷം ഇപ്പോഴാണ് സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെ പൊളിറ്റിക്കലി കറപ്ഷൻ നടക്കുന്നുണ്ട്, എന്താ പറയുക, തൻ്റെ മകൻ എത്ര വലിയൊരു മൂമെൻറ്റിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്, അവൻ്റെ ആ സാക്രിഫൈസ് അതൊക്കെ അത്രയും ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഓക്കെ, ഇതിനുശേഷമാണ് ഇത്രയും കാലം ഒന്നും മനസ്സിലാക്കാതെ ഫാമിലിയിൽ എന്ത് ഡിസ്ക്രിമിനേഷനും ഇൻജസ്റ്റിസും നടന്നാലും, ഫാമിലിയുടെ ഉള്ളിൽ നടന്നാലും അതിനെ പോലും ക്വസ്റ്റ്യൻ ചെയ്യാതെ എന്തോ ഒരു ഇതിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മയാണ് സുജാത. പിന്നീട് തൻ്റെ മകൻ്റെ മരണത്തിന് ശേഷം അതിൻ്റെ കാരണങ്ങളൊക്കെ അറിയണ സമയത്ത് സുജാതയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഇതിന് ശേഷം കാണാനായിട്ട് കഴിയും. സുജാത അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിന്നീട് നമ്മളുടെ തുളിക്ക് എൻഗേജ്മെൻ്റ് ആകാൻ പോകുന്ന ടൈമാണ്. ഓക്കെ, അതായത് നമ്മളുടെ ബ്രതി മരിച്ചിട്ട് 1 year ആയിട്ട് ആ ഒരു ആനിവേഴ്സറി വരുമല്ലോ, ആ സമയത്താണ് തുള്ളിയുടെ എൻഗേജ്മെൻറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൾ ഒരുപാട് പ്രാവശ്യം എന്താണ് ഹസ്ബൻഡിനോടും അവരോടൊക്കെ പറയും, എന്താണ് അവൻ്റെ 1 year ആനിവേഴ്സറി, ഡെത്ത് ആനിവേഴ്സറി ആണ്, ആ സമയത്ത് എൻഗേജ്മെൻറ്റ് വെക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആവശ്യപ്പെടും. പക്ഷെ ആരും എന്താണ് പറയുക, അങ്ങനെ ഒരു പേഴ്സൺ നമ്മളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ബ്രദർ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു മകൻ എൻ്റെ ഫാമിലിയിലുണ്ട്, അവൻ എൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ഹസ്ബൻഡും ആലോചിക്കില്ല, അതേസമയം ആ സിബ്ലിങ്സും അവനെക്കുറിച്ച് ആലോചിക്കില്ല. അവൻ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു അവനെ ഫുള്ളായിട്ട് ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് എസ്പെഷ്യലി ആദ്യം ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിട്ട് നിൽക്കുമ്പോൾ തന്നെ അവർ ആദ്യം അവനെ ഇഗ്നോർ ചെയ്തു. ഇപ്പം മരിച്ച ശേഷം അവരൊട്ടവനെ കണക്കാക്കുന്നത് പോലും ഇല്ല. അതുമാത്രമല്ല, ഈ ഒരു ഫാദറായ ഈ ദിവ്യാനന്ദ് ചാറ്റർജി ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അതൊന്നും കണ്ടിട്ടും കാണാത്ത പോലെയാണ് സുജാത ഇരുന്നത്. ഇപ്പോൾ തൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ്, അതായത് ദിവ്യാനന്ദ് ചാറ്റർജിക്ക് മൾട്ടിപ്പിൾ സെക്ഷൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള സ്ത്രീകളുമായിട്ടൊക്കെ. അത് ഈവൻ തൻ്റെ അമ്മയ്ക്കും അറിയാം, അതേപോലെ വേറെ കുട്ടികൾക്കും ഒക്കെ ഇതൊക്കെ അറിയാം. പക്ഷേ എന്താ പറയുക, ആ സമയത്തൊന്നും സുജാത അതിനെതിരായിട്ട് ഇങ്ങനെ വോയിസ് റൈസ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ അത്രയും ക്വയറ്റ് ആൻഡ് കാമായിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ, അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്യോതി എന്ന് പറയുന്ന തൻ്റെ മകൻ ഓൾറെഡി മാരേജ് കഴിഞ്ഞു, അതേപോലെ നിപ്പ എന്ന് പറയുന്ന തൻ്റെ ഡോട്ടറിൻ്റെ മാരേജ് കഴിഞ്ഞു, ഇപ്പോൾ തുള്ളിയുടെ എൻഗേജ്മെൻ്റ് ആണ്. പക്ഷെ അതേസമയം ബ്രതി എന്ന് പറയുന്ന ആ ഒരു മകന് മാരേജും കഴിഞ്ഞിട്ടുള്ള ഒന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പോഴേക്കും എന്താണ്, അത് അത്രയും ബിലൗഡ് ചൈൽഡ് ബ്രതിയാണ്. പക്ഷെ ബ്രതി ഇല്ല, അത്രയും എന്താണ് പറയുക, സിൻസിയറായിട്ട് ലൈഫ് ലീഡ് ചെയ്ത ബ്രതി ഇന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അതേസമയം ഫാമിലി അവനെ ഇഗ്നോർ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് അത്രയും എന്താ പറയുക, ദേഷ്യവും എന്താ പറയുക, ഒരു റിവഞ്ചും, അവർക്ക് എന്ത് ചെയ്യേണ്ടതെന്നേ അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. എൻഡ് ഓഫ് ദ പ്ലേ സുജാത പ്ലെയിൻ വൈറ്റ് സാരി ഉടുത്തിട്ട് എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്, തൻ്റെ മകൻ മരിച്ച ദുഃഖം, അതുപോലെ തന്നെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനോടുള്ള ദേഷ്യം കാണിക്കാൻ, അവരോടുള്ള ഈ എൻഗേജ്മെൻറ്റിനോട് ഒട്ടും താല്പര്യമില്ല, ഈ ഒരു ടൈമിൽ എൻഗേജ്മെൻറ്റ് നടത്തുന്നത് താല്പര്യമില്ല എന്ന് കാണിക്കാനുമാണ് അങ്ങനെ പ്ലെയിൻ വൈറ്റ് സാരി ഉടുക്കുന്നത്. അങ്ങനെ വൈറ്റ് സാരി ഉടുത്തുകൊണ്ട് നിൽക്കുന്ന അമ്മയെ കാണുമ്പോൾ തുളി പറയുകയാണ്, അങ്ങനെ റിമൈൻഡ് ചെയ്യും, ആ ബ്രതി ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ബിലീഫ്സിനെയൊക്കെ ഇങ്ങനെ പരിഹസിക്കാറുണ്ട്, അതുപോലെയാണ് ഇപ്പോൾ അമ്മയും ചെയ്യണത്, ബ്രതി അമ്മയും ഒക്കെ ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിക്ക് പറയും. പിന്നീട് അതിനുശേഷം ആ എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സുജാതയ്ക്ക് ഓൾറെഡി അപ്പൻഡിക്സ് ഉണ്ടാവും. അങ്ങനെ ആ അപ്പൻഡിക്സ് പൊട്ടിത്തെറിച്ചിട്ട് അവൾ മരിക്കും. അവിടെ ഡെത്ത് സുജാതയും അതേപോലെ ബ്രതിയെയും കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ പൊളിറ്റിക്കലായിരുന്ന ഒരു വുമൺ, പൊളിറ്റിക്കലി ഒന്നും അറിയില്ല, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു ഇൻജസ്റ്റിസിനെ പോലും വോയിസ് റേസ് ചെയ്യാത്ത ഒരാൾ
പുറമേയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു സൊസൈറ്റി എങ്ങനെ, സൊസൈറ്റിയുടെ മറ്റൊരു ഫേസ് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ തൻ്റെ വീട്ടിൽ നടക്കുന്ന തൻ്റെ മകനോട് കാണിക്കുന്ന ഇൻജസ്റ്റിസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് എതിരായിട്ട് ആദ്യമായിട്ട് തൻ്റെ വീട്ടുകാരെ പോലും എതിർത്ത് നിൽക്കുന്നു. അതായത് അവരും ഒരു ചെറിയൊരു നക്സലൈറ്റ് ആയിട്ട് മാറുകയാണ് അവരുടെ എൻഡ് ഓഫ് ദ ആ ഒരു ടൈമിൽ. അത് കഴിഞ്ഞ് പിന്നീട് അവർ അവരുടെ മകൻ്റെ ഒപ്പം നമ്മൾ പറഞ്ഞ പോലെ റീയൂണൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സമരം അവസാനിക്കുകയാണ്. നമുക്കിനി തീംസും സിമ്പിൾസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം. അത് നമ്മളിനി മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇത്തിരി സ്പീഡ് കൂടുതലാണ്, സ്പീഡ് കുറവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ല, അങ്ങനെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കമൻസിലൂടെ പറഞ്ഞാൽ അതെനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.